ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഹോം മെക്കാനിക് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സഞ്ജു ചെറിയ. അപ്പോൾ ഇന്ന് ഇവിടെ ഒരു തെങ്ങ് വെട്ടാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മെഷീൻ വാള്, അതായത് ചെയിൻസോ വാടകയ്ക്ക് എടുത്തു. അപ്പോൾ ഇത് പെട്രോളിൽ വർക്ക് ചെയ്യുന്ന ഒരു ചെയിൻസോ ആണ്. ഈ ഒരു മെഷീൻ എങ്ങനെയാണ് സാധാരണക്കാർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത്, അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ്, ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയൊരു വീഡിയോ നമുക്ക് കാണാം. ഇപ്പോൾ വീഡിയോയിലേക്ക് എടുക്കാം. ഹൈമാക്സ് കമ്പനിയുടെ ഒരു 2 സ്ട്രോക്ക് പെട്രോൾ എൻജിൻ ഉള്ള ഒരു മെഷീനാണിത്. അപ്പോൾ ഈ ഒരു മെഷീൻ്റെ പെട്രോൾ ഒഴിക്കുന്ന ഭാഗം ഇതാണ്. ഈ ക്യാപ്പ് നമ്മൾ ഊരിയിട്ട് ഇതിനകത്താണ് നമ്മൾ പെട്രോൾ ഒഴിക്കേണ്ടത്. പെട്രോൾ ഒഴിക്കുമ്പോൾ ഇതിനകത്ത് 1 ലിറ്റർ പെട്രോളിന് 50 മില്ലി 2T ഓയിലും കൂടെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കണം. 2 സ്ട്രോക്ക് എൻജിൻ ആയതുകൊണ്ട് ലൂബ്രിക്കൻ്റ് ഓയിൽ മസ്റ്റാണ്, അല്ലെങ്കിൽ പിസ്റ്റൺ കത്തിപ്പോവും. അടുത്തത് നമുക്ക് ഇവിടെ ഈ ഒരു റിസർവറിനകത്ത് നമുക്ക് ഇതിൻ്റെ ചെയിൻസോയുടെ ലൂബ്രിക്കേഷന് വേണ്ടിയിട്ടുള്ള ഓയിലാണ് ഇവിടെ ഒഴിക്കേണ്ടത്. അത് 2040 ഓയിലാണ് വേണ്ടത്. എൻജിനിൽ ഉപയോഗിച്ചിട്ട് പഴകിയ ഓയിൽ, നീക്കം ചെയ്ത ഓയിൽ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്താലും മതി. അത് ഈ ചെയിൻസോയുടെ ഈ ലൂബ്രിക്കേഷന് വേണ്ടിയിട്ടുള്ള ഓയിലാണ്. പിന്നെ ഇതിൻ്റെ ടോപ്പിലായിട്ട് കാണുന്നത് ഇതിൻ്റെ എയർ ഫിൽറ്ററും സ്പാർക്ക് പ്ലഗും ഒക്കെ അഴിച്ച് ക്ലീൻ ചെയ്യുന്നതിനുള്ള ഒരു മൂടിയാണ്. ഇതാണ് ഇതിൻ്റെ എയർ ഫിൽറ്റർ തന്നെ. അപ്പോൾ ഇതിൽ മരത്തിൻ്റെ പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട്. ഇതിനകത്താണ് ഇതിൻ്റെ കാർബറേറ്റർ വരുന്നത്. ത്രോട്ടിൽ വാൽവാണ് അകത്തേക്ക് കാണുന്നത്. സ്പാർക്ക് പ്ലഗിലേക്കുള്ള കണക്ഷനാണിത്. ഇതിൻ്റെ അകത്തൊരു സ്പ്രിങ് ഉണ്ട്. ഈ സ്പ്രിങ്ങാണ് ഇതിനകത്ത് കോണ്ടാക്റ്റായിട്ട് ഇതിനകത്തേക്കുള്ള പവർ കൊടുക്കുന്നത്. ഇത് എൻജിൻ ഇഗ്നിഷൻ ഓൺ ചെയ്യുന്ന ഒരു സ്വിച്ചാണ്. മുകളിലേക്ക് വരുന്നതാണ് ഓണ്, താഴത്തേക്ക് വരുന്നത് ഓഫ്. ഇത് ചോക്ക് വലിക്കേണ്ട സംവിധാനമാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ചോക്ക് വലിച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പിന്നെ ഇതിന് വേറൊരു സേഫ്റ്റി ഫീച്ചറുണ്ട്. അപ്പോൾ ഈ ഒരു ഡിവൈസ്, ഒരു ഗാർഡ് ഇങ്ങോട്ട് മുകളിലേക്ക് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്താലും ഈ ചെയിൻസോ കറങ്ങുകയില്ല. അപ്പോൾ എൻജിൻ ഓൺ ചെയ്തിട്ട് നമ്മൾ മരത്തിലൊക്കെ കയറുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉപയോഗം ഉണ്ടെങ്കിൽ ഈ മോഡിലിട്ടിട്ട് നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ആവശ്യം വരുമ്പോൾ മാത്രം ഇത് ഇങ്ങനെ പുറകിലേക്ക് ആക്കി കഴിഞ്ഞാൽ മാത്രമേ സ്വിച്ച് ഓൺ ചെയ്താൽ ഇത് ഈ ചെയിൻ ഓപ്പറേറ്റ് ആവുള്ളൂ. അതൊരു നല്ലൊരു സേഫ്റ്റി ഫീച്ചറാണ്. പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാനും ഇത് അത്യാവശ്യമാണ്. ഈ ഒരു പൊസിഷനിൽ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇത് സ്റ്റാർട്ട് ആവുള്ളൂ. ഇഗ്നിഷൻ ഓൺ ചെയ്യുക, ചോക്ക് വലിക്കുക, അതിനുശേഷം ഇത് വലിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഒരു വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചോക്ക് ഓഫ് ചെയ്യാം. അതിനുശേഷം ഓൺ ചെയ്ത അവസ്ഥയിൽ തന്നെ നമ്മളിത് വലിക്കുകയാണ് വേണ്ടത്. ഇത് നമ്മൾ ബാക്കിലേക്ക് അപ്പോൾ അതിൻ്റെ വാള് മാറുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ 2 നെറ്റുകൾ ലൂസ് ചെയ്യുക.
അതിനുശേഷം വളരെ സിമ്പിളായിട്ട് ഈ ഒരു സൈഡ് ഊരിയിടുക. ഇവിടെയൊക്കെ മരത്തിൻ്റെ കട്ട് ചെയ്തതിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. തെങ്ങാണ് കട്ട് ചെയ്തത്, അതുകൊണ്ട് ചോറ് കൂടുതലാണ്. മരമാണെങ്കിൽ ഇതിൻ്റെ പൊടിയൊക്കെ പെട്ടെന്ന് തന്നെ തെറിച്ചു പോകും. ഇതിപ്പോൾ തെങ്ങായതുകൊണ്ട്, ഇതിൻ്റെ പച്ചത്തെങ്ങായതുകൊണ്ട് അതിൻ്റെ ഡെപ്പോസിറ്റൊക്കെ കൂടുതലുണ്ട്. നമുക്ക് ഇങ്ങനെ ബാക്കിലേക്ക് എടുത്തിട്ട് ഈ ഒരു ചെയിൻ ഇങ്ങനെ ഇതിൽ നിന്ന് ഊരിയെടുക്കാം. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇവിടെയാണ് ഇതിൻ്റെ ഒരു ഡ്രൈവ് വരുന്നത്. ഈ ഗ്യാപ്പിലായിട്ടാണ് ഇതിൻ്റെ ചെയിൻ്റെ ഒരു ഡ്രൈവ് ഇവിടെ ഇതിനകത്താണ്, ഈ ഇടയ്ക്കുള്ള ഭാഗത്താണ് വരുന്നത്. അത് രണ്ടാമത് ഫിറ്റ് ചെയ്യാം. ചെയിൻ ഇടുമ്പോൾ ഈ മൂർച്ചയുള്ള കട്ടിങ് വരുന്ന ഭാഗം ഫ്രണ്ടിലേക്ക് വരണം. ആ രീതിക്കാണ് ചെയിൻ ഇടേണ്ടത്. ഇതിൻ്റെ ഇടയ്ക്ക് കറക്റ്റായിട്ട് സ്യൂട്ടായിട്ട് അതിൻ്റെ ഇടയിൽ തന്നെ വീഴണം. അതിനുശേഷം ഗാർഡിൻ്റെ ബാക്കിയുള്ള ഭാഗത്ത് ഗൈഡിൻ്റെ ഭാഗത്തേക്ക് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ ഒരു ഭാഗം ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നീങ്ങുന്ന അനുസരിച്ചാണ് ചെയിൻ ടൈറ്റ് ചെയ്ത് വരുന്നത്. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് ഈ ഒരു കവർ പ്ലേറ്റിൻ്റെ ഈ ഒരു ഭാഗത്താണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് ഇതിനകത്തേക്ക് ഇടുക, വയ്ക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് ഈ ഹോളിനകത്ത് മേറ്റിംഗ് ആവണം. ഈ രണ്ട് ബോൾട്ടുകൾ ഈ ഹോൾസിലൂടെ പുറത്തേക്ക് വരണം. അപ്പോൾ ഈ നട്ടുകൾ ചെറുതായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്ത് ഈ ചെയിൻ്റെ ടൈറ്റ് കറക്റ്റാക്കുന്നു. ഓവർ ടൈറ്റ് ചെയ്തരുത്. ഓവർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗൈഡിലൂടെയുള്ള ഇതിൻ്റെ മൂവ്മെൻറ്റ് ബുദ്ധിമുട്ടാവും. ഒരു മീഡിയം ടൈറ്റ് മാത്രമേ പാടുള്ളൂ. അതിനുശേഷം ഈ രണ്ട് നട്ടുകളും കംപ്ലീറ്റ് മുറുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഉരുണ്ട് പീസുകളൊക്കെ ആണെങ്കിൽ നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ ആപ്പ് പോലെ എന്തെങ്കിലുമൊക്കെ വെച്ച് അറസ്റ്റ് ചെയ്യുക. പിന്നെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം വെച്ചിട്ടായിരിക്കണം കട്ട് ചെയ്യേണ്ടത്. കാരണം ഇതിൻ്റെ തുമ്പത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് മരത്തെ കൊള്ളുന്ന ഈ മോൾ സൈഡ് ഈ മരത്തിൽ കൊണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് റിവേഴ്സ് ബാക്കടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു
ഐസ് വെച്ച് ഇങ്ങനെ ഒരു ആക്ഷനാണ് അതിന് കട്ട് ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ ഇത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഗൂഗിൾസ് അത്യാവശ്യമാണ്. പൊടി മുഖത്തേക്ക് തെറിക്കാതിരിക്കാണ് ഗൂഗിൾസ് വേണം. ഈസിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.